വടി ജയിച്ചു എന്നങ്ങ് ഉറപ്പിക്കാൻ പറ്റാം. ഇനിയും മത്സരം മലവെള്ളം പോലെ കിടപ്പുണ്ട്. ഉണ്ട്, പക്ഷെ മലവെള്ളത്തിൽ ഒലിച്ചു പോകരുത്. ചലഞ്ച് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് വേണ്ടി അരിശുമൂട്ടിൽ അപ്പുക്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നു. ചെസ് മത്സരത്തിന് ഞാൻ എടുത്തോളാം. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കബഡി കളിക്കുന്നതുപോലെ വളവളാന്നുള്ള ശരീരം മതി. ചെസ്സിന് ബുദ്ധി വേണം. ചെസ് ബോർഡ് നിന്റെ കണ്ണീര് വീഴ്ത്തിയില്ലെങ്കിൽ എന്നതാ നീ ഇങ്ങനെ വിളിച്ചോ. എന്താ സ്വന്തം വീട്ടിൽ ഒളിച്ചു കയറുന്ന ശീലം ഇനിയും നിർത്തിയിട്ടില്ലല്ലേ? അച്ഛൻ കേക്കും. കേക്കട്ടെ, ഇന്നും ആവശ്യത്തിന് പറഞ്ഞിട്ടാ കിടന്നത്. കഴിക്കാം. കൈ കഴുക. ഇനിയിപ്പോ ഉണ്ടിട്ട് കൈ കഴുകാന്ന്. ഇവന്റെ ഒരു കാര്യം. ഇന്നും കളി വഴക്കില അവസാനിച്ചതല്ലേ? ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞത്. ചേട്ടൻ ജയിച്ചപ്പോ ദമയന്തി ചേച്ചി കൈയടിച്ചത് അപ്പുക്കുട്ടേട്ടന് ഒട്ടും ഇഷ്ടായിട്ടില്ല. അമ്മാവന്റെ മോനായ ഞാൻ ജയിക്കുമ്പോ അവള് കൈയിട്ടടിക്കാതെ പിന്നെ കാലിട്ടടിക്കൂ. ആ ബന്ധം നിനക്ക് മാത്രമല്ലല്ലോ, അവനും ഇല്ലേ? അപ്പുക്കുട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ ദമയന്തി? ക്ലബ്ബുകാർ തമ്മിലുള്ള മത്സരമാണെങ്കിലും ഏട്ടനും ഏട്ടത്തെയും കുടുംബ മത്സരമായിട്ടാണ് കാണുന്നത്. അവരുമായിട്ട് ഇനിയൊരു വരസലിന് അച്ഛന് ഇഷ്ടമല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഞാൻ പറഞ്ഞോ? നമ്മളുമായിട്ട് അത്ര രസത്തിലല്ലെങ്കിലും അപ്പുക്കുട്ടൻ നിന്റെ ചേട്ടനാ. അവന്റെ മുമ്പിൽ ഒന്ന് തോറ്റു കൊടുത്താൽ നിനക്ക് ഒന്നും വരാൻ പോകുന്നില്ല. അമ്മേ, മത്സരമാകുമ്പോ അങ്ങനെ മനഃപൂർവ്വം തോറ്റു കൊടുക്കാൻ പറ്റത്തില്ല. വല്യമ്മയുടെ മോനെന്ന് പറഞ്ഞ അങ്ങനെ തോറ്റു കൊടുത്താലേ അതിന്റെ ക്ഷീണം എന്റെ ക്ലബിനാ. നിന്നെ ഏട്ടൻ പറഞ്ഞതാ ശരി. നീ പൊടിയപ്പുറത്ത് വന്നിരിക്കുന്നവള്. കുറച്ച് സാമ്പാർ കൂടെ തന്നെ. വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക്. എന്തെങ്കിലും പോരാ, സ്വപ്പ കനമായിട്ട് തന്നെ വേണം. എന്നാ അമ്മിക്കലത്ത് ഒഴുകിക്കോ. അതും മതിയാവൂന്ന് തോന്നുന്നില്ല. പൊരിഞ്ഞ പോരാട്ടമല്ലായിരുന്നു. എന്നിട്ടാണോ നീ തോറ്റത്? അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ. അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത്. ഞാൻ വിക്ടറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത്, അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല. വിക്ടറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നോ എന്റെ വിചാരം? എന്റെ ഭഗവാനെ, എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും? സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ? അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ. നീ പോടാ അവിടുന്ന്. ചെസ് മത്സരത്തി ഞാൻ അവനെ തറ പറ്റി. തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞത്. അത് പിന്നെ ഞാൻ ഒരുത്തം മാത്രം വിചാരിച്ചാ മതിയോ? കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ? ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ. എടാ മരമണ്ട, അതിലും നീ തോറ്റേച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല. പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും. അമ്മ വിശന്നിട്ട് കുടൽ തിത്തൈ പാടുന്നു. അമ്മ വല്ലതും തിന്നാ എടുത്തു വെക്കും. എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയില എവിടെ ഇരിക്കുന്നേ? അമ്മയുടെ ഈ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാൽ മതിയായിരുന്നു. ചെന്ന് എടുത്തു കൊടുക്ക്. മോനായി പോയില്ലേ? എന്തോന്നാ മോനായി പോയില്ലേ? മോനാ? മുകുന്ദൻ ഇന്നിവിടെ വന്നിരുന്നു. ഗൾഫിലെ കാര്യം ശരിയാവുന്ന അച്ഛനോട് ഉറപ്പ് പറഞ്ഞിട്ടാ. ഞാൻ ഇവിടം വിട്ടു പോകുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എന്താ നിന്റെ ഉദ്ദേശം? കാള പോലെ വളർന്നില്ലേ? ക്ലബ്ബ് വരെയൊക്കെ നിർത്തിയിട്ട് വല്ല ജോലി ചെയ്യാൻ നോക്ക്. ജോലി ചെയ്യാൻ ഗൾഫിൽ പോണാച്ചാ? ഇവിടെ എങ്ങാനും ചെയ്താ പോരെ? ഇവിടെ ആരെങ്കിലും ജോലി തരാന്ന് പറഞ്ഞിട്ടോ നിനക്ക്? ഇല്ല. കളരി പരിശീലനവും ക്ലബ്ബ് പരിശീലനമൊക്കെ നടന്നാലേ ആരും ജോലി കൊണ്ട് കൈ തരില്ല. ഞാൻ പറഞ്ഞങ്ങോട്ട് അനുസരിച്ചാ മതി. പാസ്പോർട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. 1-2 മാസത്തിനുള്ളിൽ വിസ ശരിയാവും. വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ. വിസ വരുമ്പോ അച്ഛൻ പോകത്തേ ഉള്ളൂ. അച്ഛാ,
അച്ഛൻ ആർക്ക് വേണ്ടി കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. പക്ഷെ ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു. ആന ചരിഞ്ഞു. എന്തായി എന്തായി എന്തായി? വസു, അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. നല്ലോണം കലക്കി ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട, രണ്ടിലും നിറഞ്ഞിട്ട് മതി. ആ കളി. ഓഹോ, കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ? നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച നേർന്നേക്ക്, ചെലപ്പോ ഫലിച്ചേക്കും. കളി കളി. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നുന്നില്ല. അണയാൻ പോകുന്ന തീ ആളിക്കത്തും. കാണുന്നുണ്ടല്ലോ. ഒന്ന് നോക്കിച്ചു പോ. വേണ്ടെന്നേ, അപ്പോഴത്തിന് എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ. ശരി വാ. നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിയിട്ടേ ഞാൻ PSC ടെസ്റ്റ്. അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ. സമ്മതിക്കാൻ ഒരു അന്തസ് വേണം. ഞാൻ നോക്കുന്നത് നീ കണ്ടോ? അയ്യോ 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 എന്റെ അമ്മോ! അടിയാണോ? എന്നെ വിടുന്ന വേണ്ടി, എന്നെ വിടുന്ന വേണ്ടി ഞാൻ അവിടെ ചോര നിറകണ്ടിട്ടേ വരുള്ളൂ. അടിക്കണം. എന്നാ പോവാ. വീട്ടിൽ പോവാം. கிருஷ்ணபரமாத்மா ஒரு நட்சத்திரமா? ஆண்டவா முருகா, ரொம்ப பிரமாதமான நட்சத்திரம். பச்சங்கிளி, உங்க பிள்ளைய சொல்லி அம்மாவுக்கு ரொம்ப கவலையா இருக்குது. அது உங்க முகம் சொல்லுது. ஆண்டவா முருகா, ஆனா இப்போ உங்க பிள்ளையோட நேரம் ரொம்ப மோசமானது என்று இந்த சீட்டை சொல்லுதம்மா. பங்குனி, சித்திரை, வைகாசி, ஆனி, ஆடி, ஆவணி இருந்து ஏற்றமா. இந்த 5 மாச காலம் ரொம்ப மோசமானது. உண்மையை சொன்னா உங்க மனசு கஷ்டப்படக்கூடாதம்மா. சொல்லட்டுமா? ஒரு கொலைகாரனாக மாறதுக்கு ஒரு சந்தர்ப்பம் இந்த சீட்டில் தெரிகின்றது. നേരാണോ? പക്ഷിശാസ്ത്രം ഉണ്മയാനത്. കിളി പോയി சொல்லாதம்மா. ആരെയാ കൊല്ലുന്നത്? അപ്പോഴേട്ടനെ ആയിരിക്കും. இந்த 5 மாசத்துக்கு அப்புறம் உங்க பிள்ளை இந்த ஊருக்கே பெரியவனாயிடுவான். ஆளுகள் தரையிலே வைக்க மாட்டா, எல்லாரும் தேடிட்டே வருவா, എന്നിട്ട് தூக்கிட்டே நடப்பா. പ്രധാനമന്ത്രിയാവോ? யாரம்மா இந்த பையன்? കഷ്ടകാലം മാറാൻ പ്രതിവിധി ഒന്നുമില്ലേ? இருக்குதம்மா. முதல்ல அம்மாவுக்கு மனசுக்கேத்த தட்சணை ஏதாவது வையுங்கோ. ഞാന് അപ്പൊ കുട്ടനെ തട്ടുമെന്ന് അയാൾ തറപ്പിച്ചു പറഞ്ഞു. രണ്ടാളും ഒരിടത്തുനിന്ന് കൊലപാതകം ഉണ്ടാവുന്ന പറഞ്ഞത്. അശോകേട്ടനെ നാട് കടത്താനുള്ള പരിപാടിയാ. അതിന് അവനെ നാട് കടത്തിയ പോരെ? ശരിയാ,
അശോകേട്ടൻ പോയാ പിന്നെ മത്സരത്തിന്റെ രസവും പോയ തന്നെ. നീ പേടിക്കാതിരടാ വിക്രു, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. रिमबोट चलाए सूर्य ग्रहण बंदा गाड़ी बलि न सकता त्यो मंदा गाड़ी चुटाए लावणं પડશે. तारा रक्षक आवने छा रोहिणी नक्षत्र को सूर्योदय पेला रक्षक जन्मिन छा. അശോകൻ രോഹിണി നക്ഷത്രം. ഇതാണോ മമ്മൂട്ടി വടക്കൻ വീരാതെ അത് കാണിച്ചത്? വടക്കൻ. തെക്കൻ കാണിക്കേ. ഇത് തെക്കൻ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ കാണുന്നുള്ളൂ. വിസ വരുന്നവരെ നിർത്താൻ പറ്റില്ല. പൂജാരി അത് തന്നെയല്ലേ പറഞ്ഞത്. 10-15 വർഷമായിട്ട് ഒരടുപ്പവും കാണിക്കാതിരുന്നിട്ട് ഒരാവശ്യം വന്നപ്പോൾ കുട്ടിയുടെ സഹായം ചോദിക്കാന്ന് പറഞ്ഞാൽ തറവാട്ടി കേറ്റാതിരുന്നത് നമ്മളാരും അല്ലല്ലോ, അച്ഛനല്ലേ. നമ്മളോടൊന്നും അവൻ ഒരു പരിഭവം ഇല്ല. അശോകനെ കുറച്ചുനാൾ അവിടെ നിർത്തണമെന്ന് പറഞ്ഞ കുട്ടികൃഷ്ണനെ അത് സന്തോഷായിരിക്കും. ഗൾഫിൽ പോവാൻ പറഞ്ഞിട്ട് കേൾക്കാത്തവൻ നേപ്പാളിൽ പോവാൻ പറഞ്ഞാൽ പോവോ? അതിന് വഴിയുണ്ട്. നിക്കടി അവിടെ. എങ്ങോട്ട് പോകുന്നു? എങ്ങോട്ടും പോകുന്നില്ല, ഇങ്ങോട്ട് തന്നെ വന്ന്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? അപ്പഴിനെ കാണാൻ. എന്തിനാ എന്നെ കാണുന്നത്? അത് അപ്പഴിനെ അറിയത്തില്ലേ? എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവന് മാറ്റി നിനക്കൊരു ഇത്? കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചെന്ന് കണ്ടപ്പോ നീ ഇവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളുന്നുണ്ടല്ലോ. ജയിക്കുന്നവരാരായാലും ഒരു അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ്? അന്യനൊന്നും അല്ലല്ലോ, അതും എന്റെ അമ്മായിയുടെ മോൻ തന്നെയല്ലേ. അത്രയ്ക്കും ഇഷ്ടമാണെങ്കിൽ നിനക്ക് അവനെ തന്നെ കെട്ടിയാ പോരെ? ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ. നിങ്ങൾ നേരെ നോക്കിയാ കീരിയും പമ്പും പോലാണല്ലോ. നീ എന്തിനാ രമേന്തി അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും അപ്പൂട്ടന്റെ മുഖം കാണാൻ നല്ല ചേല അമ്മായി. അശോകന്റെ തോറ്റ മോത്തിന്റെ ശൈലി നീ കണ്ടിട്ടുണ്ടോ? അതിന് അപ്പൂട്ടന്റെ ഒരു അവസരം തരുന്നില്ലല്ലോ. എന്നാ കാവിലെ പാട്ട് മത്സരത്തിന് നീ വാ, അവന്റെ തോറ്റ മോന്തയുടെ ക്ലോസപ്പ് കാണാം. ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരെ, അതിന് ഈ വീരവാദം വേണോ? ഏ? ചുമ്മാ തങ്ങിയെന്ന് തോറ്റാ പോരേന്ന്. നീ അവനെ അങ്ങനെ അങ്ങ് മോശക്കാരനാക്കാൻ പറ്റും വേണ്ട. ആ. മനസ്സിലെത്തി പാടാമെങ്കിൽ പുഷ്പം പോലെ ജയിക്കാവുന്നതേ ഉള്ളൂ, അല്ലേ മോനെ? അപ്പോട്ടാ, അപ്പോട്ടിനോട് സ്നേഹം ഉള്ളോണ്ട് പറയാ, കാവിലെ മത്സരത്തിലെങ്കിലും അശോകേട്ടനെ തോപ്പിച്ചോണം. അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാര് തീരുമാനിച്ചിരിക്കുന്നത്. എന്റെ ദൈവങ്ങളെ, മത്സരങ്ങൾ നിർത്തിയോ? അയ്യോ ഏട്ടാ, കുട്ടിമാമയുടെ മോളെ കണ്ടിട്ടുണ്ടോ? ഒരിക്കൽ ചെറുപ്പത്തില് മുത്തച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് വന്നപ്പോ. ഇപ്പൊ നല്ല ശേലാത്ര കാണാൻ. ആര് പറഞ്ഞു? അമ്മ. അതിന് അമ്മ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ. അല്ല, നേപ്പാളിന്ന് വന്ന ആരോ പറഞ്ഞതാത്രേ. ഹേ, അത്ര സുന്ദരിയാവാനൊന്നും വഴിയില്ല. അമ്മായി നേപ്പാളിയല്ലേ, മൂക്കൊക്കെ ചപ്പി ഒരുമാതിരി ഇരിക്കും. അയ്യോ അല്ല, അശ്വതി ചേച്ചിക്ക് മുത്തശ്ശിയുടെ ചായ. എന്റെ ഏട്ടത്തിയമ്മയായിട്ട് വരണ്ടതാ. ഏട്ടന്റെ ഇഷ്ടമില്ലെങ്കിൽ വല്ല ഗൂർക്കയും കെട്ടിക്കൊണ്ട് പോകും. നീ പൊടി അവിടുന്ന്. വേണ്ടെങ്കി വേണ്ട. അത്ര സുന്ദരിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗൂർഖകൾ കെട്ടേണ്ട കാര്യമല്ലല്ലോ ഞാനിവിടെ ഉള്ളപ്പോ.
വെള്ളത്തിൽ വീണേ. എന്താടാ നിനക്കെന്ത് പറ്റി വെള്ളത്തിൽ മോനെ, വീണു. അയ്യോ ചേട്ടാ ആര് ആര് വെള്ളത്തിൽ വീഴുന്നു വിക്രം വെള്ളത്തിൽ വീണു. നിന്റെ ഒരു വിക്രും നീയും വന്നോടെ തുടങ്ങാൻ നോക്ക്. എന്റെ മോൻ പേടിച്ചു പോയിരിക്കും നീ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുവാനെ ആ അവൻ ഒരു ദിവസം വെള്ളത്തിൽ പൊക്കിയിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. കൊച്ചു വായില് വലിയ വർത്താനം കേട്ട് ആരും തള്ളിയിട്ട് പോകും. പൊടി അവിടുന്ന്. പൊടി. ഹേയ്, തിമ്മി जाओ. എന്താ? നിനക്ക് വല്ലതും തോന്നിയോ? എനിക്കൊന്നും തോന്നിയില്ല. അശോകേട്ടൻ പറ, എന്നെ പിടിക്കാൻ വന്നാളെ ശരിക്കും കണ്ടോ? എടാ കണ്ടു. ഇവിടുള്ള ആളൊന്നുമല്ല. ഇനി നീ ഒറ്റയ്ക്ക് ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട. വെളുപ്പാങ്കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കുമെന്ന് മുത്തശ്ശി പറയാറുണ്ടായിരുന്നു. അശോകേട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ? പോടാ. എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന്? കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക. കുറച്ച് ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഓ അത് ശരി. എടാ ഏതായാലും നീ തോക്കും. അതിന്റെ കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ. തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും. ആ വീർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ? ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ എന്ന് നീ തന്നെ തീരുമാനിച്ച് വെച്ചോ. നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ട. നല്ല ശബ്ദം, നല്ല ശബ്ദം. നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത്? നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ? സിനിമയെ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ആ കാണാം. പോടാ, പോടാ. ദോണ്ട് ഇവിടെ. ദോണ്ട് അവിടെ. അയ്യോ നീരുണ്ടല്ലേ? ഒറ്റ വീക്ക് വെച്ച് തന്നാണ്ടല്ലോ. ഇതൊക്കെ നിനക്ക് അവനെ വിളിച്ച് ചോദിച്ചൂടെ? അങ്ങോട്ട് ചെന്നാ മതി. പാട്ട് മത്സരത്തിൽ തോറ്റതിന്റെ ദേഷ്യത്തിൽ ഇരിക്കുമ്പം ആർട്സ് ക്ലബ് ഉദ്ഘാടനത്തിന് പൂ വേണമെന്ന് പറഞ്ഞോട്ട് ചെന്നാലേ ആ കീരി എന്നെ കടിച്ച് തിന്നും. അവനെ ഇടിച്ചു താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട്. എന്നായാലും അപ്പുകുട്ടിനെ അനുസരിക്കേണ്ട പെണ്ണാ നീ, അത് മറക്കണ്ട. കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോരെ? ഇപ്പഴേ അടിമയാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മുൻശുണ്ടിയും കുറച്ച് അസൂയയും നല്ല വിവരക്കേടും ഉണ്ടെന്നേ ഉള്ളൂ. അവൻ പാവാ. ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നതിൽ അവന് ദേഷ്യം. അശോകേട്ടന് വയ്യെങ്കിൽ ഇത് പറഞ്ഞാ മതി. എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട. ഞാൻ പറഞ്ഞു. എന്നാ പറിച്ചോ. ഒരു ഉപദേശി. അശോക അപ്പുകൂട്ടാ, ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്. എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകുട്ടന്റെ ജീവിതം തൊലച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോവില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. എടാ അപ്പുകൂടെ നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷികം തരാം. എന്റെ സൈക്കിൾ പോടാ. ശില്പ അടിച്ചവന്റെ രണ്ട് കാലുകൾ ഓടിക്കടാ.
നിന്നെ മോതിരം, കടകം, ഒഴിവ്, കടകത്തിലൊഴിവ്, പിന്നെ അശോകനും. അതവളുടെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിട്ടുള്ള പണി. എന്റെ കാശ് പോയോ? അയ്യോ. അയ്യോ അടി അടി. ഓടിക്കോടാ. ഞാനല്ല അവരെന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞോളൂ. Rimboche timro hath bata chuknao. Ale chinko kuraho. Rimboche लाई जेती सकियो छिटो खोजना परियो. के तिमी अजय होना चाहेंदा ना? तिमीले काम करने सक्छौ. നീ തോക്കാനായിട്ട് ജനിച്ചവനാ. വേണ്ട കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവനാ. അപ്പുകുട്ടാ. അപ്പുകുട്ടന്റെ അപ്പുകുട്ടാ ആരാടാ അത്? അയ്യോ അവിടെ നിൽക്കാ. നീ എങ്ങോട്ടാ? ഞാൻ ഇപ്പൊ വരാം. ഒരു അർജന്റ് കാര്യമുണ്ട്. എടാ അപ്പുകുട്ടാ. ദേ, ദേ. ജീവനി കൊതിയുണ്ട് എന്നെ പറ. നീ എന്തിനാ ഓടിയത്? നീ എന്തിനാ എന്നെ ഓടിച്ചേ? എടാ ഞാൻ യാത്ര പറയാൻ വിളിച്ചതല്ലേ. ആഹാ, അത് ശരി. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചുമൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കിയില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല കേസ് കഴിയാതെ നിനക്ക് പോകാൻ പറ്റൂല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കിടണം. അയാൾ ഇനിയും നാണം ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. പൊക്കോ. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല. വേണ്ട. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. വാ. ഞാൻ പൊക്കോ. അരശമ്മൂട്ടിൽ അപ്പുക്കുട്ടൻ ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻ ചെയ്യും. തൈപ്പറമ്പിൽ അശോകൻ അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻ ചെയ്യാം. കേട്ടോ? ഞാൻ നേപ്പാളിന്ന് വരുമ്പോ നിനക്ക് എന്താ കൊണ്ടുവരേണ്ടത്? ഗൂർഖയുടെ വേഷം നിനക്ക് നന്നായിട്ട് ചേരും. അത് മതിയോ? പിന്നെ ശ്രീബുദ്ധന്റെ പ്രതിമ,
കമ്പിളി തൊപ്പി എല്ലാം അവിടെ വില കുറച്ച് കിട്ടുന്നാ പറയുന്നത്. എനിക്കൊന്നും വേണ്ട, അശോകേട്ടൻ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. നീ ഇത് വെച്ചോ. എല്ലാം വെച്ചിട്ടുണ്ട്. ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാ കുട്ടിക്കിഷന് ജീവനാ. ഇത് വല്ലതും അവിടെ കിട്ടുമോ? ദേ കുട്ടിമാമിയെ പോലെ ഏട്ടനും അവിടെ അങ്ങ് കൂടാന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് ഇങ്ങ് പോന്നേക്കണം. അമ്മയുടെ പക്ഷിശാസ്ത്രക്കാരൻ പറയാതെ എനിക്കിനി ഇവിടെ വരാൻ പറ്റില്ലല്ലോ. കളിയാക്കൊന്നും വേണ്ട, എല്ലാം അയാള് പറഞ്ഞതുപോലെ നടന്നില്ലേ? മോനെ അശോക, ആ ഇതിരിക്കട്ടെ. കുട്ടീഷനോട് കാശൊന്നും ചോദിക്കണ്ട. അഡ്രസ്സൊക്കെ എടുത്തല്ലോ. എല്ലാം ഇതിലുണ്ട്. കുട്ടീഷൻ എയർപോർട്ടിൽ കാത്തു നിൽക്കും. നിന്നെ കൊച്ചിലെങ്ങാണ്ട് കണ്ടതാ. ഇപ്പൊ കണ്ടാ തിരിച്ചറിഞ്ഞൊന്നും വരില്ല. അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം. ആ എന്നാ ഇനി വൈകണ്ട. ശരി. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോനെ. ആ. ചെന്നുടനെ കത്തയക്കണം. ശരി. ആരെയും കാണുന്നില്ലല്ലോ. ടാക്സി, ടാക്സി, ടാക്സി. कैप्टन के मेनोन कांदीपत काठमांडू. मालूम मालूम मालूम. हाँ जी. हाँ डिक्की ओपन डिक्की. ठीक है. साहब है ये इधर नहीं रख सकता, अंदर रखना पड़ेगा. मैम अंदर चेदाला. अच्छा तुम रखेगा. ടാക്സി, ഞാൻ കയറിയില്ല. ടാക്സി, ടാക്സി. ക്ഷമിക്കൂ, ക്ഷമിക്കൂ സഹോദര, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. എന്റെ അമ്മേ, യോ എന്റെ പേഴ്സ്, എന്റെ പെട്ടി, എന്റെ ഡയറി. കുട്ടിമാമ, सर वन कैप्टन के मेनन का घर काठमांडू. मालूम रिटायर्ड कैप्टन कुट्टी कृष्ण मेनन. सर रिटायर्ड कैप्टन सर कुट्टी कृष्ण मेनन काठमांडू. मालूम तुम्हें जाओ कैप्टन के मेनन. सर रिटायर्ड कैप्टन तुम्हें जाएंगे कि नहीं? तुम्हें जाओ जाओ. अब हटो.
Sir, excuse me. One Captain K.K. Menon, Kathmandu, Kutti Krishna Menon, Malu. Sorry. Sir, Name Captain...